ഭാവനയെ പ്രാഥമികമെന്നും ദ്വിതീയമെന്നും തരംതിരിച്ചതാര്? എ. ഷെല്ലി, ബി. വേർഡ്സ്വർത്ത്, സി. കോളറിഡ്ജ്, ഡി. അലക്സാണ്ടർ പോപ്പ്. ഉത്തരം ഓപ്ഷൻ സി, കോളറിഡ്ജ്. കാൽപ്പനിക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിമർശകനാണ് കോളറിഡ്ജ്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയ ലിറ്റററിയ എന്ന ഗ്രന്ഥത്തിലെ 13-ാം അധ്യായത്തിലാണ് അദ്ദേഹം ഭാവനയെ നിർവചിക്കുന്നത്. അദ്ദേഹം ഭാവനയെ പ്രാഥമികമെന്നും ദ്വിതീയമെന്നും തരംതിരിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന ബോധത്തെയാണ് പ്രാഥമിക ഭാവന എന്ന് പറയുന്നത്. അതെല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. എന്നാൽ പ്രാഥമിക ഭാവനയുടെ പ്രതിഫലനമാണ് ദ്വിതീയ ഭാവന. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കലാകാരന്മാരുടെ സൃഷ്ടി നടത്താനുള്ള ഒരു സവിശേഷ ശക്തിയായിട്ടാണ് കോളറിഡ്ജ് ദ്വിതീയ ഭാവനയെ കണക്കാക്കുന്നത്.